പാതാമ്പുഴ വീടും ചില ഓർമ്മകളും. പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ ആദ്യം എത്തുന്ന കുറേ ചിത്രങ്ങളിൽ പാതാമ്പുഴയിലെ വീടും അവിടുത്തെ ഓർമ്മകളും എന്നും മുന്നിൽ തന്നെയുണ്ട്. അതായത് എൻ്റെ അമ്മ വീടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രം ദൂരത്ത് പാതാമ്പുഴ എന്ന സ്ഥലത്താണ് അമ്മ വീട്. ഇന്ന് 7 കിലോമീറ്റർ എന്നത് ഒരു ദൂരമേ അല്ല. എന്നാൽ അന്ന് കൊവേന്ത് ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി പാതാമ്പുഴ സ്റ്റോപ്പിലിറങ്ങി അവിടെ നിന്ന് 15 മിനിറ്റ് നടന്ന് വീട്ടിലെത്തുന്നത് അത്യാവശ്യം നീണ്ട ഒരു യാത്ര തന്നെയായിരുന്നു. മണ്ണിട്ട് നികത്തിയ കയറ്റവും ഇറക്കവും ഉരുളൻ കല്ലുകളും ഒക്കെ നിറഞ്ഞ ഒരു വഴി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ വഴിയൊക്കെ ടാറിട്ടു. അവധിക്കാലത്ത് കുറച്ചു ദിവസം നിൽക്കാനാണ് ചെല്ലുന്നതെങ്കിൽ ഇടാനുള്ള ഉടുപ്പും സാധന സാമഗ്രികളും, എന്തിന് സെറ്റ് കളിക്കാനുള്ള വളമുറികൾ വരെ നിക്ഷേപിച്ച ഒരു ഭാണ്ഡക്കെട്ടും കയ്യിലുണ്ടാകും. അമ്മ ജനിച്ചു വളർന്ന നാടായതിനാൽ ബസ് സ്റ്റോപ്പിലിറങ്ങി നടന്നു പോരുന്ന വഴി നിറയെ അമ്മയ്ക്ക് പരിചയക്കാരാണ്. വഴിയരികിലുള്ള ഓരോ വീടിന്റെ മുമ്പിലും നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വീടെത്തുമ്പോൾ ഒരു നേരമാകും. നാട്ടുകാരോടുള്ള ഈ വിശേഷം പറച്ചിൽ ഞങ്ങൾ പിള്ളേർക്ക് അത്ര താല്പര്യമില്ലാത്തതിനാൽ മുന്നേ ഓടി വഴിയിലുള്ള ഏതെങ്കിലും കല്ലിന്മേൽ കയറിയിരിക്കും. വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞ് അമ്മ അടുത്തെത്താറാവുമ്പോഴേക്ക് വീണ്ടും ഓടും. അങ്ങനെ ഓട്ടവും ഇരിപ്പും നടപ്പും ഒക്കെയായി വീടിന്റെ ഗേറ്റ് വരെ എത്തും. റോഡ് സൈഡിൽ തന്നെയാണ് ഗേറ്റ്. റോഡിന്റെ താഴത്തെ പറമ്പ് മുഴുവൻ കപ്പ കൃഷിയാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അവിടെ കപ്പ മാത്രമേ നടാറുള്ളൂ. കപ്പക്കാലായി എന്നാണ് പറയുന്നത് പോലും. അവിടെ നിന്ന് നോക്കുമ്പോൾ ഏറെ ദൂരത്തായി നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ തറവാട് അങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ഗേറ്റ് മുതൽ കുറച്ചു ദൂരം നടക്കാനും ഇടയ്ക്ക് 3 30-35 നടകൾ കയറാനുമുണ്ട്. അതെല്ലാം കടന്ന് വീട്ടുമുറ്റത്തെത്തി വീടിന്റെ വരാന്തയിൽ ആ തണുത്ത തിണ്ണയിൽ കയറിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതുവരെ നടന്ന ക്ഷീണവും മടുപ്പുമെല്ലാം അപ്പാടെ എടുത്ത് മാറ്റുന്നതായിരുന്നു. അന്ന് ഫോൺ സൗകര്യങ്ങൾ ഒന്നുമില്ല. വീട്ടുമുറ്റത്ത് എത്തുമ്പോഴാണ് ഞങ്ങൾ എത്തിയ വിവരം പാപ്പനും അമ്മയും അറിയുക തന്നെ. വല്യപ്പച്ചനെയും അമ്മച്ചിയെയും ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കാറ്. ആ തിണ്ണയിലിരുന്ന് വർത്തമാനവും പറഞ്ഞ് വെള്ളവും കുടിച്ച് ഓടി ഓടി വരുന്ന കാറ്റിനെ സന്തോഷപൂർവ്വം എതിരേറ്റുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും ഓർക്കുന്നു. ഇന്നത്തെ AC മുറികൾ ഒന്നും തന്നെ തരാത്ത ഒരു പ്രത്യേക തണുപ്പായിരുന്നു അന്നത്തെ ആ ബ്ലാക്ക് ഓക്സൈഡ് തറകളും അറയും നിരയും ചേർന്ന വീടും സമ്മാനിച്ചിരുന്നത്. കിണറ്റിൽ നിന്ന് അപ്പോൾ കോരിയെടുത്ത വെള്ളത്തിൽ മുഖമൊന്ന് കഴുകി അടുക്കളയിലെത്തും. അവിടുത്തെ ഊണുമേശയ്ക്ക് ഭിത്തിയോട് ചേർന്ന വശത്ത് ബെഞ്ചാണ് ഇട്ടിരിക്കുന്നത്. ഓടിച്ചെന്ന് അവിടെ സ്ഥാനം പിടിക്കും. ആ ബെഞ്ചിലിരിക്കാൻ പിള്ളേർ തമ്മിൽ എന്നും അടിയാണ്. അടച്ചൂറ്റി മാറ്റി കലത്തിൽ നിന്ന് അമ്മ ചോറ് വിളമ്പി വയ്ക്കും. നല്ല ആവി പറക്കുന്ന, തമ്മിൽ ഒട്ടാതെ മാറി മാറി കിടക്കുന്ന നല്ല കുത്തരി ചോറ്. അന്നത്തെ ആ അരിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമുണ്ട്. ഇന്ന് കഴിക്കുന്ന ഒരു ചോറിനും അത്ര രുചി തോന്നാറില്ല എന്നതാണ് വാസ്തവം. കൂട്ടത്തിൽ 365 ദിവസവും ആ വീട്ടിലുള്ള തുണ്ടമീൻ വറുത്തത്, അതമ്മയുടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. മുളക് പൊടിയിൽ നന്നായി പുരണ്ട എണ്ണമയത്തോടു കൂടിയ മീൻ വറുത്തത്. പിന്നെ പയറോ വാഴച്ചുണ്ടോ വാഴയ്ക്കയോ കപ്ലങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഒരു തോരൻ. ഒഴിക്കാൻ പച്ചമോര്, അല്ലെങ്കിൽ ജീരകം, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ ഇവയെല്ലാം നന്നായി അരച്ച് പച്ചമോരിൽ ചേർത്തത്. എല്ലാറ്റിനും മേലെയായി വീട്ടിൽ തന്നെ ഇട്ട നാരങ്ങ അച്ചാറിൽ കാന്താരി മുളകും ചെറിയ ഉള്ളിയും നന്നായി ഞെരടി ചേർത്ത് കുഴച്ച ഒരു അടിപൊളി ഐറ്റം. ആ ചൂട് ചോറും മീനും തോരനും മോരും സ്പെഷ്യൽ അച്ചാറും കൂട്ടിയുള്ള
ആ ഊണ്, ഹോ, പറയാൻ വാക്കുകളില്ല. ഇതെല്ലാം കൂട്ടി ആദ്യ ഉരുള വായിൽ വയ്ക്കുമ്പോൾ കിട്ടിയിരുന്ന ആ തൃപ്തി ഇന്നത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും കിട്ടില്ല. പിന്നെ ഓട്ടവും ചാട്ടവുമായി മുറ്റത്തും പറമ്പിലും. അങ്ങനെ അവിടെ കൂടുകയായി ദിവസങ്ങളോളം അവധി ആഘോഷിക്കാൻ.